ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബോക്സ് ഫുട്ബോൾ. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാണ് കാണുന്നത്. ഒരു ലൈവ് പോയിരുന്നു അമോറിം സാക്കായപ്പോൾ. അതല്ലാതെ കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. ബ്രൈറ്റണായിട്ടുള്ള കളി അവിടെ ഇവിടെ ആയിട്ടാണ് കണ്ടത്. അങ്ങനെ ആണ് വീഡിയോസൊക്കെ കുറഞ്ഞത്. ബട്ട് ഇനിയും ഞാൻ കൺസിസ്റ്റൻ്റ് ആവാൻ ശ്രമിക്കുന്നതായിരിക്കും. ഹാവിങ് സെഡ് ദാറ്റ്, ഈ വീഡിയോ എന്ന് പറയുന്നത് ഡെർബിക്ക് മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ്. ഡെർബി അനാലിസിസ് ഒന്നുമല്ല. നമ്മുടെ ക്ലബിന് ചുറ്റുമുള്ള കുറച്ച് നോയ്സസ് അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരു കാര്യം പറയണമെന്ന് തോന്നി. മെയിൻലി ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അമോറിം തന്നിട്ട് പോകുന്ന രണ്ട് മെയിൻ സൂചനകളെ പറ്റിയാണ്. അത് നമുക്കൊക്കെ അറിയുന്ന സൂചനകളാണ്. പക്ഷേ സ്റ്റിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർ അമോറിമിൻ്റെ വിൻ പെർസെൻറ്റേജും എടുത്തു വെച്ചിട്ട് അമോറിം പോയത് നന്നായി എന്നുള്ള രീതിയിലിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഈ ഇപ്പോൾ അമോറിമിൻ്റെ സാക്കിങ്ങിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്ന റീസൺസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അമോറിമിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുന്നത് വേസ്റ്റാണ്. ബിക്കോസ് അമോറിം സാക്കായത് അമോറിമിൻ്റെ ഫുട്ബോളിങ് കാര്യം കാരണമല്ല, അമോറിമിൻ്റെ റിസൾട്ട്സ് കാരണമല്ല. ബിക്കോസ് ഒരു ഓണർ ഓപ്പൺലി വന്നിട്ട് പറയുകയാണ്, മേ ബി 3-4 ഇയേഴ്സ് ഞാൻ അവർക്ക് കൊടുക്കും, മേ ബി എന്നല്ല ഉറപ്പായിട്ടും കൊടുക്കുമെന്ന് പറഞ്ഞൊരു ഓണർ നമുക്കുണ്ട്, ജിം റാഡ്ക്ലിഫ് ഇൻ്റർവ്യൂവിൽ. അപ്പോൾ ഇതിലും മോശം റണ്ണിൽ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ക് ചെയ്യേണ്ടതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ക് ചെയ്യണമായിരുന്നു കഴിഞ്ഞ സീസൺ കഴിഞ്ഞപ്പോൾ അത്രയ്ക്ക് ഇതായിരുന്നെങ്കിൽ. അതല്ല, ഈ സീസൺ തുടങ്ങിയപ്പോഴും കുറച്ച് മോശമായിരുന്നപ്പോൾ സാക്ക് ചെയ്താൽ പിന്നെയും അതൊക്കെ അക്സെപ്റ്റബിൾ ആണ്. ഈ സാക്കിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഫുട്ബോളിങ് റിസൾട്ട്സ് കൊണ്ടുണ്ടാകുന്ന സാക്കല്ല. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. കാര്യം ബേൺലി ആൻഡ് ഒരു FA കപ്പ് എന്ന് പറയുന്നത് FA കപ്പൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്പിലോട്ട് ക്വാളിഫിക്കേഷൻ കിട്ടും. നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മൾ സിറ്റിയെ തോപ്പിച്ച് ടെൻ ഹാഗ് നമ്മളെ യൂറോപ്പയിലോട്ട് കയറ്റിയത്, അങ്ങനെയാണ്. അപ്പോൾ FA കപ്പ് പോലത്തെ ഒരു വലിയ ഇത് വരുന്ന സമയത്ത് ഒരു കെയർ ടേക്കർ മാനേജർ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ജനുവരിയിൽ പുള്ളിയെ ചതിച്ചു എന്നുള്ള കാര്യം പുള്ളിക്ക് തോന്നി. അതായത് ജനുവരിയിൽ ആരും വാങ്ങിത്തരുന്നില്ല എന്നുള്ളത് പുള്ളി ക്ലിയറായിട്ട് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു. പിന്നെ ഈ ഹെഡ് കോച്ച് അല്ല, എനിക്ക് മാനേജറാണ് വേണ്ടതെന്നും പറഞ്ഞു. ഈ മോഡേൺ ഡേ ഫുട്ബോളിൽ ഹെഡ് കോച്ചാണ് എല്ലാവരും എന്നൊക്കെ പറഞ്ഞാലും എൻ്റെ പേഴ്സണൽ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുണൈറ്റഡ് എന്ന് പറയുന്നത് ബ്രൈറ്റൺ പോലത്തെ ഒരു ക്ലബ്ബല്ല ഈ പ്രോജക്റ്റും കൊണ്ട് ഓടിക്കാൻ വേണ്ടി. ചെൽസി ഇപ്പോൾ അതാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രശ്നം എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെഡ് കോച്ച് ആയി കഴിഞ്ഞാൽ നല്ലൊരു മാനേജർ, നല്ല വോക്കലായിട്ടുള്ളൊരു മാനേജർ നമുക്ക് കിട്ടില്ല. നമ്മളിങ്ങനെ ഒരു പ്രൊജക്റ്റ് ടീമായിട്ട് ഈ ബ്രൈറ്റൺ ബ്രെൻഫോർഡൊക്കെ പോലെ ഇങ്ങനെ നടക്കും ഒരു മീഡിയോക്കർ ബിഹേവിയറിൽ. അപ്പോൾ ഒരു മാനേജർ നമുക്കിനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഓണർഷിപ്പിൻ്റെ കീഴിൽ. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് അമോറിമിൻ്റെ സ്റ്റാറ്റ്സ് ഒന്നുമല്ല. അമോറിം ഈസ് ഗോൺ, ബട്ട് വൈ ഈസ് ഹി ഗോൺ? അവിടെയാണ് പ്രശ്നം. ഇതിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, അമോറിം സാക്ഡായി, പക്ഷേ ടെൻ ഹാഗിനെ ആ FA കപ്പ് വിന്നിന് ശേഷം നിലനിർത്തിയവർ ഇപ്പോഴും ആ ബോർഡിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ടെൻ ഹാഗിനെ സാക്ക് ചെയ്തവർ ഇപ്പോൾ ആ ബോർഡിലുണ്ട്. അത് കഴിഞ്ഞ് അമോറിമിനെ അപ്പോയിൻറ്റ് ചെയ്തവർ ഇപ്പോഴും ആ ബോർഡിലുണ്ട്. ഓക്കെ, എന്നിട്ട് അതായത് അമോറിമിനെ കൊണ്ടുവന്നപ്പോൾ അതൊരു 3-4-3 ടീമേ അല്ല എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടും ആ 3-4-3 മാനേജറിനെ കൊണ്ടുവന്ന് ആ 3-4-3 മാനേജറിന് വേണ്ട പ്ലേയേഴ്സിനെ മേടിച്ച് കൊടുക്കാത്തവരും ആ ബോർഡിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ ജനുവരിയിൽ നമ്മൾ റാഷ്ഫോർഡ്, ആൻ്റണി, സാൻജോ അങ്ങനെ കുറേ അറ്റാക്കേഴ്സിനെ വെച്ചിട്ട് ആകെ മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോർഗുനെയാണ്. അത് ക്ലിയർലി ഞാൻ പറയും, ഒരു നല്ല അറ്റാക്കർ ഉണ്ടായിരുന്നത് നമ്മൾ യൂറോപ്പ് അടിച്ചേനെ. പ്ലസ് ഇത് ഇനി പ്രോജക്റ്റ് എന്നുള്ള രീതി പോകുന്നതുകൊണ്ടാണ്. പ്ലസ് സമ്മറിലത്തെ സൈനിങ്സ്, ഒരു മിഡ്ഫീൽഡ് വേണ്ടപ്പോഴത്തേക്കും ഒരു മിഡിനെ മേടിക്കാത്തത് ഒരു നെഗറ്റീവ് പോയിൻ്റാണ്. അവരിപ്പോഴും ബോർഡിൽ തന്നെ ഉണ്ട്. പിന്നെ ഒരു ബാക്കപ്പും ഇല്ലാതെ ഈഗോൻ്റെ പുറത്ത് അമോറിമിനെ സാക്ക് ചെയ്ത്, അതായത് ഓക്കെ അമോറിം സാക്ഡ് ആയെങ്കിൽ ക്ലിയർലി അത് മുമ്പേ കാണുന്ന സാക്കാണെങ്കിൽ ഒരു ടീമാകുമ്പം ബാക്കപ്പ് പ്ലാൻ കാണുമല്ലോ. ഇപ്പം നമ്മുടെ എന്താ പറയുക, റയൽ മാഡ്രിഡ് ചെയ്ത പോലെ ചാബി പോയപ്പോഴത്തേക്കും പുതിയൊരാളെ കൊണ്ടുവന്നു. അത് അവരുടെ ബാക്കപ്പ് പ്ലാൻസിലുള്ളതാണ്. അങ്ങനെ ആയിരിക്കണം ഒരു ക്ലബ്ബ്. അല്ലാതെ നമ്മൾ വെറുതെ എന്നാൽ ഫ്ലെച്ചറിന് കൊടുക്കാന്ന് പറഞ്ഞ് രണ്ട് കളി ഫ്ലെച്ചറിന് കൊടുത്ത് അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഇൻ്റർമിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഇതാ ഇപ്പോൾ ക്യാരിക്ക് വരും. എനിക്ക് ക്യാരിക്കിനോടൊന്നും, ഇപ്പോൾ ക്യാരിക്ക് സോൾഷെയർ എൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമൊക്കെ എനിക്ക് സോൾഷെയറിന് ഇഷ്ടമാണ്, വൈബ്സ് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ആലോചിക്കുമ്പോഴത്തേക്കും ഓൾറെഡി അടച്ചൊരു അധ്യായം വീണ്ടും തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഈ നെഗറ്റിവിറ്റി ഇടും. ഓൾറെഡി അയാളെ പറഞ്ഞു വിട്ടിട്ട് പിന്നെ കൊണ്ടുവരുന്നത് എന്തിനാണ്, ഓൾറെഡി അറിഞ്ഞുകൂടെ വർക്ക് ചെയ്തില്ല എന്നൊക്കെ. ക്യാരിക്കാകുമ്പോഴത്തേക്കും വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാരിക്ക് നമ്മുടെ ടീമിലെ മാത്രമല്ല വേൾഡിലെ തന്നെ വൺ ഓഫ് ദ അണ്ടർ റേറ്റഡ് സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിൽ ഒരാളാണെന്ന് ഞാൻ പറയും. അപ്പം ബാക്കിയുള്ള പിന്നെ ഈ മിഡ്ഫീൽഡേഴ്സൊക്കെ പൊതുവേ നല്ല കോച്ചസും ആവാറുണ്ട്. ഇപ്പം പെപ്പ്, പിന്നെ എന്താ പറയുക, നമ്മുടെ ഫാബ്രിഗാസ്, നിങ്ങൾ ടോപ്പ് ടയർ മാനേജേഴ്സിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ചാബി അലോൺസോ ഒരു വലിയ പ്രോസ്പെക്റ്റാണ്, സിദാൻ. അപ്പോൾ പൊതുവേ ഈ ബാക്കി ക്ലബ്ബുകളുടെയൊക്കെ ലെജൻസിലൊക്കെ സെൻട്രൽ മിഡായിട്ടുള്ളവരൊക്കെ ഒരു നല്ല കോച്ചാവുമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഒരു ലെജൻഡ് ആയിക്കൂടാന്ന് വിചാരിക്കുന്ന രീതിയുണ്ട്. അപ്പോഴത്തേക്ക് ആൾക്കാർ മറ്റേ മിഡിൽസ്ബ്രോയിൽ എന്താ സംഭവിച്ചത്, പോളണ്ടിൽ എന്താ സംഭവിച്ചതെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളായിട്ട് വരും. അപ്പോൾ ഇതിലെനിക്കൊന്നും പറയാനില്ല. അപ്പം ക്യാരിക്ക് വരികയെ 4-2-3-1 കളിക്കുകയെ 4-3-3 കളിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. പക്ഷേ ഇവിടെ മെയിൻ നമ്മൾ ഫാൻസ് ഇതൊന്നും അല്ല ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മുടെ ഫാൻസ് ജെയ്സൺ വിൽകോക്സ്, ഒമർ ബറാദ, ഇവരെ കോൾ ഔട്ട് ചെയ്യുക, ഇനിയോസ്, ഗ്ലേസേഴ്സ്, ഇവരെ കോൾ ഔട്ട് ചെയ്യുക. കാര്യം ഇവർ മാത്രമാണ്. ഇപ്പം അമോറിമിനെ സാക്ക് ചെയ്യണമെങ്കിൽ അമോറിമിനെ കൊണ്ടുവന്നവരെ സാക്ക് ചെയ്യണ്ടേ? ഇത്രയും മണ്ടൻ ഡിസിഷൻസ് എടുത്ത് ബോർഡിനെ സാക്ക് ചെയ്യണ്ടേ?
അതാണ് എൻ്റെ ചോദ്യം. അപ്പം മെയിൻലി ഡെർബിക്കുള്ള വീഡിയോ ഒന്നുമില്ല, എനിക്ക് ഇത് പറയണമെന്നൊന്നും. സ്റ്റിൽ പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് അമോറിം സ്റ്റാർട്ട്സ്, അതൊരു ഗുണമില്ല. പിന്നെ രണ്ടാമത്തെ മേജർ തിങ് അമോറിമിൻ്റെ സാക്കിൽ കൂടെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലായെന്നല്ല നമുക്കറിയാം, അമോറിം കൃത്യമായിട്ട് പറഞ്ഞിട്ട് പോയി, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു മാനേജർ മാത്രമല്ല, പുറത്ത് കുറേ മാനേജേഴ്സ് ഉണ്ട്, അവരെ വെച്ച് കളിപ്പിച്ചോളാം രീതിയിൽ. നമ്മുടെ പണ്ഡിറ്റ്സ്, ലെജൻഡ് പണ്ഡിറ്റ്സ്, അത് ശരിക്കും പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ഏത് മാനേജർ വന്നോട്ടെ അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അതിനിയും ഭയങ്കര പ്രശ്നം, എല്ലാ മാനേജേഴ്സും ഇനിയും വന്ന് പറയുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യില്ല. പക്ഷേ അത് വലിയൊരു ഫാക്ടറാണ്. വേറെ ഏതെങ്കിലും ക്ലബ്ബ് ലോകത്ത് ഇത്രമാത്രം സ്വന്തം ലെജൻസാൽ ഇത് ചെയ്യുന്നുണ്ടോ ഒന്ന് നോക്കിയാൽ മതി. ഒരു മാനേജറിനും ഒരു ടൈമും കൊടുക്കാത്ത രീതിയിൽ, അതും ഇപ്പം കാരിക്കൊക്കെ ആണെങ്കിൽ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ കാരിക്കൊക്കെ വരുമ്പോൾ അവരുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് കുറച്ചൊക്കെ മയം കാണും, പിന്നെ നേരെ പ്ലെയേഴ്സിലോട്ട് ഫുൾ തിരിയും. അതാണ് ഇനി അടുത്ത ടോക്സിസിറ്റി ആകാൻ പോകുന്നത്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന്, നമുക്ക് നല്ലൊരു വോക്കലായിട്ടുള്ളൊരു മാനേജറിനെ ഉണ്ടാവില്ല ഈ ബോർഡിൻ്റെ കീഴിൽ. രണ്ട് എന്ന് പറയുന്നത്, ഇത്രമാത്രം ടോക്സിക് ആയിട്ടുള്ള ലെജൻഡറി മാനേജേഴ്സ്, പണ്ഡിറ്റ്സ് ഒരുപാട് പുറത്ത് നിന്നിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് ഒരുപാട് നോയ്സ് ഉള്ളതുകൊണ്ട് ഒരു മാനേജറിന് കൃത്യമായിട്ട് പണിയെടുക്കാൻ പറ്റില്ല. അമോറിം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിക്കും. കാര്യം എല്ലാ കാര്യങ്ങളും അയാൾക്ക് സംസാരിക്കാനൊക്കെ അറിയാമെന്നുള്ളത് വിട്ട് കഴിഞ്ഞാലും അയാൾ സത്യം പറഞ്ഞ ഫാക്ട്സാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ടൈം എടുക്കും എന്ന് അയാൾ ആദ്യം വന്നപ്പോഴേ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു മേ ബി നന്നാവുമെന്ന്. അയാൾക്ക് നല്ലൊരു മിഡ്, ഒരു വിങ് ബാക്കിനെ മേടിച്ച് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പം ബെറ്റർ ആയനെ. അതൊന്നും പറയില്ല. ഇപ്പം അയാൾ പോയി എന്തായാലും. പക്ഷേ നിങ്ങൾ ദ മെയിൻ പ്രോബ്ലം ഈസ് സ്റ്റിൽ ദെയർ അറ്റ് അവർ ക്ലബ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഇനി അടുത്ത പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 4-2-3-1 4-3-3 കളിക്കാൻ ലെഫ്റ്റ് വിങ്ങർ വേണ്ടേ? നമ്മളെല്ലാവരും ഒഴിവാക്കി. നമ്മളൊരു 3-4-3 പ്രൊജക്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കിപ്പോൾ ലെഫ്റ്റ് വിങ്ങർ ഒന്നുമില്ല, ലെഫ്റ്റ് അറ്റാക്കിംഗ് മിഡേ ഉള്ളൂ. കുഞ്ഞേനെ ലെഫ്റ്റ് വിങ് ഇട്, മൗണ്ടിനെ ലെഫ്റ്റ് വിങ് ഇട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. ലെഫ്റ്റ് വിങ്ങേഴ്സ് തന്നെ വേണം. നമ്മളിപ്പം ലെഫ്റ്റ് വിങ് ഇല്ലയെന്ന് മാത്രമല്ല, ഷിയലേസി, പിന്നെ ബ്രയൻ എംബോമോ, അമോഡ് ഡിയാലോ, 3 പേര് റൈറ്റ് വിങ്ങേഴ്സാണ്, ലെഫ്റ്റ് ഫൂട്ടേഴ്സാണ്. ഇതൊക്കെ എവിടെ കൊണ്ടിടും? അതാണ് പറഞ്ഞത്. ഇത്രയും വൃത്തിയോട് കാണിച്ച് 3-4-3ക്ക് വേണ്ടി ടീമിനെ മറ്റേ അഴിച്ചു പണിതിട്ട് വീണ്ടും 4-2-3-1 4-3-3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടീമിനെ ശരിക്കും ഡിസ്മാൻഡിൽ ചെയ്യുന്ന പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ അമോറിമിനെയും ഫാൻസിനെയൊക്കെ ചതിക്കല്ലേ ഇവർ ഈ ബോർഡ് ചെയ്യുന്നത്. ഫോൾസ് ഹോപ്സ് കൊടുക്കുന്നു, ഫേക്ക് പ്രോമിസസ് കൊടുക്കുന്നു, അല്ലേ? അപ്പോഴത്തേക്ക് ഈ ബോർഡിനെതിരെയാണ് നമ്മൾ തിരിയേണ്ടത്. നമുക്കിനി ഒരു ലെഫ്റ്റ് ഫിംഗർ ഇല്ല. ഇനിയിപ്പോൾ മാനേജറിന് വേറെ വരുമ്പോഴത്തേക്ക് അത് വേറെ വരും. നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവില്ല. ബോർഡിനെതിരെയും ഓണർഷിപ്പിനെതിരെയും ശക്തമായിട്ട് തന്നെ പോരാടണം. അതാണ് എൻ്റെ ഒരു, അതായത് നമ്മൾ അവരെയാണ് കോൾ ഔട്ട് ചെയ്യേണ്ടത്. ഇനി പ്ലെയേഴ്സിനെയും ഇങ്ങനെ എപ്പോഴും മാനേജേഴ്സ് ആക്കി വരുമ്പോഴത്തേക്കും ഡാലോ സാക്ഡ് ദിസ് മച്ച് മാനേജേഴ്സ്, ലൂക്ക് ഷോ സാക്ഡ് ദിസ് മച്ച് മാനേജർ, അതൊക്കെ മനസ്സിലാവും. ബ്രൂണോ സാക്ഡ് ദിസ് മച്ച് മാനേജേഴ്സ് എന്ന് പറയുന്നവരുണ്ട്. റിയലി നിങ്ങൾക്ക് ഇപ്പോഴും ബ്രൂണോയുടെ വില മനസ്സിലാവുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയില്ല. ബ്രൂണോ സാക്ഡ് ഇത്രയും മാനേജേഴ്സോ? ഏത് മാനേജറാണ് ബ്രൂണോ പറഞ്ഞ സാക്ക എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ചുമ്മാ ഇങ്ങനെ വരെ നരേറ്റീവ്സ് നമ്മൾ തന്നെ ഇട്ടുകൊണ്ടിരിക്കുക. നമ്മൾ തന്നെയാണ് നമ്മുടെ ക്ലബിൻ്റെ ശാപമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ലെജൻസ്. പിന്നെ സർ അലക്സ് ഒന്നും മിണ്ടൂല ഈ കാര്യങ്ങൾക്കൊന്നും. ഓണർഷിപ്പ് ഇത്രയും വൃത്തികേടുകൾ കാണിക്കുന്ന, ബോർഡ് ഇത്രയും വൃത്തികേടുകൾ കാണിക്കുന്ന ഒരു ബ്രൈറ്റൺ അല്ലെങ്കിൽ മിഡ് ടയർ ക്ലബിനെ പോലെ ബിഹേവ് ചെയ്യുന്ന നമുക്ക് വേണ്ടി സർ അലക്സ് പോലും മിണ്ടുന്നില്ല. അപ്പോൾ പിന്നെ ആരെയാണ് നമ്മൾ വിശ്വസിച്ച് മുമ്പോട്ട് കൊണ്ടത്? അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഡെർബിക്ക് മുന്നേ പറയേണ്ടത്. ഡെർബിയുടെ സ്കോർ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ സീസൺ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ക്യാരിക്കിനെ കൊണ്ട് യൂറോപ്പ് സ്പോട്ട് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ക്യാരിക്ക് മുന്നോട്ട് പോകാൻ തോന്നില്ല. ഒലേം മിക്കവാറും അത് കഴിഞ്ഞിട്ടും വേണമെന്നെല്ലാം പറഞ്ഞാണ്. അതുകൊണ്ടായിരിക്കും ഒലേനെ കളഞ്ഞത്. എന്തായാലും ക്യാരിക്കിൽ നിന്ന് വിശ്വാസം ഉറപ്പിക്കുക. നമ്മൾ ഇപ്പോഴേ നെഗറ്റീവ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. മിഡിൽ സ്പ്രോയിൽ എന്ത് സംഭവിച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മിഡിൽ സ്പ്രോയിൽ ആക്ച്വലി ഇയാൾക്ക് നല്ലൊരു റെക്കോർഡ് ഫസ്റ്റ് സീസൺ ഉണ്ടായിരുന്നതാണ്. സോ ലെറ്റ് സി. പിന്നെ ഒലയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒലയുടെ സമയത്ത് മക്കന്നയും കൂടെ ഉണ്ടായിരുന്നു ഒലയുടെ കൂടെ. അപ്പോൾ മക്കന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് മാനേജറായിട്ട് മോശമില്ലാത്ത രീതി ഇപ്സ്വിച്ചിനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്ന മാനേജറാണ്. സോ വി ഡോണ്ട് നോ, മേ ബി ദ വൈബ്സ് ആയിരിക്കും വേണ്ടത്. ഇനി എന്തായാലും വൈബ്സ് വരട്ടെ. ക്ലബിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ തോട്ട്സ് താഴെ കമൻറ്റ് സെക്ഷനിൽ എഴുതുമല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ, ചാബി അലോൺസോനെ സാക്ക് ചെയ്തതുപോലെ നമ്മൾ ഇത് ചെയ്യണം, കുറച്ചുകൂടെ മെൻറ്റാലിറ്റി കാണിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. അവിടെ കുറേ ഈഗോസിനെ മാനേജ് ചെയ്യണം. അത് വേറൊരു വൈബാണ്. റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാണ്. 70% വിൻ റേഷ്യോ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അവിടെ ഒരു ലീഗിൽ ബാഴ്സയുടെ കൂടെ 2 തവണ തോറ്റു കഴിഞ്ഞാൽ ഏകദേശം ടൈറ്റിൽ റേസിൽ നിന്ന് തീർന്നു. അങ്ങനെയാണ് അവിടുത്തെ പരിപാടി. പിന്നെ മാത്രമല്ല PSG, മാൻ സിറ്റി തുടങ്ങിയ ചാമ്പ്യൻസ് ലീഗിൽ വലിയ ക്ലബ്ബുകളോടൊക്കെ തോക്കുന്നത് റയൽ മാഡ്രിഡ് ഹെറിറ്റേജിന് പറ്റുന്നതല്ല ഇപ്പോൾ. അതൊക്കെ കൊണ്ട് ചാബിയുടെ വിൻ റേഷ്യോ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് സെക്ഷനിൽ എഴുതി. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.